ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാടൻ കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ കണ്ണൂറുകാർക്ക് ഓണമായാലും വിഷു ആയാലും ബിരിയാണി വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ തൈര്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാൻ വെക്കാം. ഇനി ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതേ പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ചൂടായി വരുമ്പോൾ കുറച്ച് കറുവാപ്പട്ട, ജാതിക്ക, 1 പിടി കുരുമുളക്, 6 ഗ്രാമ്പു, 3 ഏലക്ക, 1 ബേ ലീഫ്, കുറച്ച് പെരുംജീരകം എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന 3 ഗ്ലാസ് ജീരകശാലയുടെ അരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഒരു 3-4 മിനിറ്റ് അരിയൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരി ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇവിടെ 3 ഗ്ലാസ് അരി എടുത്തതുകൊണ്ട് അതിൻ്റെ ഇരട്ടി 6 ഗ്ലാസ് നല്ല തിളക്കുന്ന വെള്ളമാണ് ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനിയൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വലിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഒരു ഭാഗം നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഹാഫ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ 2 ഭാഗവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ പൊരിച്ച അതേ ഓയിൽ തന്നെ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ കനം കുറച്ച് മുറിച്ചിട്ട 6 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 9 അല്ലി വെളുത്തുള്ളി 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു മീഡിയം പീസ് ഇഞ്ചിയും ഒരു 6 പച്ചമുളകും ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഉള്ളിയിലേക്ക് ഇനി ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇനി ഗരം മസാല 2 ടീസ്പൂൺ. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം തന്നെ ചേർക്കണമെന്നില്ല, തേങ്ങാപ്പാൽ ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ഇനി ദമ്മിടാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആക്കി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. ആക്കി വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പാലിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളമാണിത്. ഇതൊന്ന് എല്ലാവരുടെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും. അത് ഓപ്ഷണലാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. കളർ ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഫ്രൈ ചെയ്തിരിച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ പുതിനയിലയും മല്ലിയിലയും പൈനാപ്പിൾ എസൻസും കൂടി ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ദം ചെയ്യാനായിട്ട് ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ടൈറ്റായിട്ടൊന്ന് മൂടി വെക്കാം. ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ദം ചെയ്യാൻ വെക്കുന്നത്. ഇനി ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ദമ്മൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.